നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അറിയാതെ ഞാൻ സഞ്ജുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇഷ്ടം ഒരാളോട് പറയാതെ അയാളുടെ പെരുമാറ്റവും സാമീപ്യവും ആസ്വദിക്കുന്നത് വല്ലാത്തൊരു അനുഭൂതിയാ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒന്നിച്ചുള്ള യാത്രയിലാണെന്ന് തോന്നുന്നു സ്വാതി സഞ്ജു അടുത്ത് തുടങ്ങിയത്. അവര് രണ്ടുപേരും ഒരേ സിറ്റിയിൽ നിന്ന് വരുന്നവര്. ഫ്രണ്ട്സിൽ നിന്നും അതറിഞ്ഞു ഞാൻ എന്റെ ഇഷ്ടം സഞ്ജുവിനോട് പറഞ്ഞു. നീ എന്നെ അങ്ങനെയാണോ കണ്ടതെന്ന ഒറ്റ ചോദ്യത്തിൽ സഞ്ജു എന്നെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഞാൻ സഞ്ജുവിനോട് ഇഷ്ടം പറഞ്ഞത് ക്യാമ്പസ് മുഴുവൻ അറിഞ്ഞു. സഞ്ജു മെല്ലെ മെല്ലെ അകലം പാലിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വാശിയായി. ശരിക്കും പറഞ്ഞ അത് വാശിയൊന്നുമല്ല, സഞ്ജുവിനോടുള്ള അടക്കി നിർത്താൻ കഴിയാത്ത സ്നേഹം തന്നെയായിരുന്നു. ആ സ്നേഹത്തിലാ ഞാൻ ഇന്നും ജീവിക്കുന്നത്. മതിൽ കെട്ടി നിർത്താൻ കഴിയുന്നതല്ല പ്രണയം. അത് തടയാൻ ശ്രമിക്കുന്നവര് സ്വാർത്ഥരാ. അവരുടെ സ്വാർത്ഥത പ്രണയം കൊതിക്കുന്ന മനസ്സിനെ ചവിട്ടി അരച്ചു കളയുകയാണ് ചെയ്യുന്നത്. എത്ര വലിയവന് തോറ്റിട്ടുള്ളത് സ്നേഹത്തിന്റെ മുന്നിലാ മോളെ. മമ്മി നിനക്ക് ഉറപ്പ് തന്നൂന്ന് നമ്പീശൻ പറഞ്ഞു. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നതാ. നിന്റെ മമ്മി വെറും വാക്ക് പറയാറില്ല. ഇപ്പോ സാഹചര്യങ്ങളെല്ലാം മോക്ക് അനുകൂലമാണ്. മംഗലശ്ശേരിയിലെ മരുമകൾ നീ തന്നെ ആയിരിക്കും. മല്ലികാന്റി വന്ന് കയറിയതല്ലേ ഉള്ളൂ, ചെന്ന് ഫ്രഷ് ആവും. ശരി മോളെ. എല്ലാം കേട്ടതല്ലേ? മനസ്സിലായി. മല്ലിക കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. എന്റെ മോൾക്ക് എവിടെയാ വഴി പിഴച്ചു പോയതെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കത് മാറിക്കിട്ടി. വെറുതെയൊന്നുമല്ല അവൾ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായത്. കൂട്ടിക്കൊണ്ടുപോയി പ്രണയത്തിൽ കുരുക്കിയിട്ട് അവൻ മറ്റൊരുത്തിയുടെ പിന്നാലെ പോയി. അതിൽ ആശ്ചര്യപ്പെടാനില്ല. ഇനിയൊരു ഗൗരി നന്ദനം ഉണ്ടാകാൻ പാടില്ല. നീ ചെല്ലേ. തിരുമേനി, ഞങ്ങള് ശങ്കരശാസ്ത്രികൾ പറഞ്ഞ പ്രകാരം വന്നതാ. ഓ, അത് നിങ്ങളാണല്ലേ? ഞാൻ അന്വേഷിച്ചിരുന്നു. ശാസ്ത്രികൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ വന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മാത്രം മതിയെന്നാ ശാസ്ത്രികൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പൂജയാണെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. അതെല്ലാം യഥാവിധി ദേവന്റെ മുന്നിൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ക്ഷേത്രം വക സ്റ്റാളിൽ നിന്ന് തുളസിയും കൂവളവും ചേർത്ത് കെട്ടിയ 2 മാലകൾ കൊണ്ടുവരണം. വാങ്ങിക്കൊണ്ട് വരാൻ തിരുമേനി. മാലകളുമായി 2 പേരും അർത്ഥപ്രദക്ഷിണം വെച്ച് നടയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് പരസ്പരം മാലകൾ കഴുത്തിൽ ചാർത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.